യബ്ബസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബസ് എന്ന് പേരിട്ടു. യബ്ബസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. മതി. അവൻ അപേക്ഷിച്ചത് അവൻ്റെ ദൈവം അവന് നൽകി. അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചനമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് നൽകിയ ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ശരണപ്പെടുന്നത്. യബ്ബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. സ്തോത്രം. അപ്പോൾ യബ്ബേസ് ആരാണെന്നും തൻ്റെ സഹോദരന്മാരാരാണെന്നും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ അകത്ത് ഒരുപാട് തെക്കോവ തൻ്റെ അപ്പനായ അശ്ഹൂറിൻ്റെ മക്കൾ ആ മക്കളുടെ പട്ടികകൾ എഴുതി വച്ചിരിക്കുകയാണ്. ആ മക്കളിൽ തൻ്റെ മകളായിരിക്കുന്ന ഹേല എന്ന് പറയുന്ന സഹോദരി, ഈ സഹോദരിക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതിലൊരു മകൻ ആയിരുന്നു യബ്ബേസ് എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ അമ്മ താൻ പിറക്കുമ്പോൾ തന്നെ എന്തു പറഞ്ഞു? ഞാൻ വ്യസനത്തോടെ ഇവനെ പ്രസവിച്ചു. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പറഞ്ഞു. യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ്. നമ്മുടെ പേരുകൾക്കൊക്കെ ഒരർത്ഥങ്ങൾ ഉണ്ട്. സ്വന്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പേര് ഇട്ടിരിക്കുന്ന ഒരു അർത്ഥങ്ങൾ നിമിത്തമാണ്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ പേരിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ അവൻ്റെ അമ്മ അവനെ പ്രസവിക്കുന്ന സമയത്ത് ഭയങ്കര വ്യസനമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്തോത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കരുത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ തലമുറകളെ ബാധിക്കരുത്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടൊരു ദൂത് പറയാം. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര തകർച്ചകൾ വന്നാലും നീ അനുഭവിച്ച വിഷയം നിൻ്റെ തലമുറ അനുഭവിക്കരുതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, തലമുറയിലേക്ക് കൈമാറി വിട്ട ചില പാരമ്പര്യങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിക്കാൻ പോകുക. ഇന്ന് രാത്രി നിന്റെ തലമുറ, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് നീ അനുഭവിച്ച അതേ സാഹചര്യം അനുഭവിക്കണമെന്ന് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അതൊരു പൈശാചികമാണ്. അതിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് അറസ്റ്റ് ചെയ്യുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആത്മാവ് ശക്തിയോടെ പറയുന്നു, തലമുറയുടെ വിഷയത്തിൻ്റെ അകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. കോന്നിക്ക് അടുത്താണെന്ന് തോന്നുന്നു. കോന്നിക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോന്നിക്ക് അപ്പുറത്തെങ്ങാണ്ടാണ്, കൊക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് തോന്നുന്നു. ആ സ്ഥലത്തൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഒരു പയ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്ന. അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല പഠിക്കാനൊക്കെ മിടുക്കനാണ്. പക്ഷേ ഈ പയ്യൻ ഒരു ജോലി ലഭിക്കുന്നില്ല. അവൻ വീട്ടിലിങ്ങനെ നിന്ന് പോവുകയാണ്. സ്തോത്രം. അവൻ്റെ വിദ്യാഭ്യാസം എല്ലാം മുടങ്ങിപ്പോയി. അവനൊരു കോഴ്സ് പഠിച്ചു, അത് പെൻഡിങ്ങായി. വീണ്ടും മറ്റൊരു കോഴ്സ് പഠിച്ചു, അതും പെൻഡിങ്ങായി. അങ്ങനെ കുറേ നാളുകളായി ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. ഞാൻ അവൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവന് വേണ്ടി ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു. ഞാൻ അവസാനം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയും ഇതുപോലെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരി അല്ലെങ്കിൽ ഇവൻ്റെ അമ്മ എന്നോട് പറയുകയാണ്, ഇവൻ്റെ അപ്പനും ഇതുപോലെ തന്നെയായിരുന്നു. പകുതി വഴിയായപ്പോൾ പഠിത്തം നിർത്തി. പിന്നെ കൂലിപ്പണിക്ക് പോയി. പിന്നെ ഒന്നും രക്ഷപ്പെട്ടില്ല, കൃഷിപ്പണിയായി. അവസാനം പുള്ളി മരിച്ചു. സ്തോത്രം. ഇതേ സാഹചര്യം തന്നെ ഇവൻ്റെ ജീവിതത്തിലും. ഇവൻ 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന, നല്ല മാർക്ക് കൊണ്ട് പഠിച്ചു. പെട്ടെന്ന് അവൻ്റെ പഠിത്തം സ്റ്റക്കായിപ്പോയി.
ഇന്ന് രാത്രി ആരോടൊക്കെയോ ആത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്. നിന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾ നിന്റെ തലമേൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ദൈവം അതിനെ പൊള്ളിക്കാൻ പോകുക. നിന്റെ കുടുംബക്കാരനുഭവിച്ചത്, നിന്റെ പിതാക്കന്മാരനുഭവിച്ചത് നിന്റെ തലമുറയിലേക്ക് കൈമാറാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി അതിനെ പൊളിക്കുന്നൊരു ദൈവശക്തി ദൈവാത്മാവ് പകരുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ കരമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. യബ്ബേസിൻ്റെ അമ്മ തനിക്ക് പേരിടുന്ന ആ പേരിടൽ ചടങ്ങാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്, തൻ്റെ സഹോദരന്മാരെക്കാളൊക്കെ താൻ മാന്യനാണ്. എന്തുകൊണ്ട്? സഹോദരന്മാർക്കിട്ട പേരല്ല ഇവനിട്ടത്. ഇവൻ പുറത്തു വരുന്ന സമയത്ത് അവൻ്റെ മാതാവിന് വലിയ വ്യസനമുണ്ടായി. സ്തോത്രം. പ്രസവം തന്നെ ഒരു വ്യസനമായിരുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് പറയുമ്പോൾ കുഴപ്പമുള്ള പ്രസവങ്ങളെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് പേരെ അറിയാം. സ്തോത്രം. നമ്മുടെ ഈ നേരത്തെ നമ്മുടെ കൂടെ നിന്ന ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ്റെ വൈഫ് സ്തോത്രം 7-ാം മാസത്തിലാണ് പ്രസവിക്കുന്നത്. സ്തോത്രം. എല്ലാവരും 9-ാം മാസത്തിൽ പൂർണ്ണ ഗർഭം ധരിച്ചാണ് പ്രസവിക്കുന്നത്. ആ സഹോദരി 2 ഡെലിവറി നടന്നു. 2 ഡെലിവറിയും 7-ാം മാസത്തിൽ കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകുക, ഹോസ്പിറ്റലിൽ കിടക്കുക, കുഞ്ഞുങ്ങളെ ഈ ഇൻക്യുബേറ്ററിൽ വെക്കുക, ഇതൊക്കെ കുഴപ്പമുള്ള പ്രസവങ്ങളാണ്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൈവം അങ്ങനെയുള്ള ചില മേഖലകളെ ബ്രേക്ക് ചെയ്യാൻ പോകുക. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഞാൻ അഭിഷേകത്തോട് പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ അകത്താകട്ടെ, നിന്റെ കുടുംബത്തിലാകട്ടെ, നിന്റെ കുടുംബ ജീവിതത്തിലാകട്ടെ, നിന്റെ വിവാഹ ജീവിതത്തിലാകട്ടെ, നിന്റെ പ്രസവത്തിലാകട്ടെ, നിന്റെ ജോലിയിലാകട്ടെ, വ്യസനങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, ചില വ്യസനങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകുക. ചില തലമുറ സംബന്ധമായ വ്യസനങ്ങൾ, കുടുംബ സംബന്ധമായ വ്യസനങ്ങൾ, ഭർത്താവിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് വ്യസനങ്ങൾ, മാതാപിതാക്കന്മാരുടെ വിഷയത്തിൻ്റെ അകത്ത് വ്യസനങ്ങൾ, ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, ചില വ്യസനങ്ങളെ ദൈവാത്മാവ് നിർത്തൽ ചെയ്യാൻ പോകുക. രാമൻ പറഞ്ഞ് വിശ്വസിക്കുന്നവരെ രാമൻ പറഞ്ഞ് സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് എനിക്ക് നൽകിയൊരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. 1-2 കാര്യം പറഞ്ഞ് വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഞാനിങ്ങനെ കൈമാറുന്നു. വ്യസനങ്ങളെ ദൈവാത്മാവ് നിർത്തൽ ചെയ്യും. സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ഏതൊക്കെയോ വ്യസനകരമായ അല്ലെങ്കിൽ വ്യസനമായ അന്തരീക്ഷങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്യും. സ്തോത്രം പറഞ്ഞ് പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഒന്ന് കൈ കൊടുത്ത് നിങ്ങൾ അഭിഷേകത്തോടെ ഒന്ന് പറഞ്ഞ് വ്യസനങ്ങളെയൊക്കെ ദൈവം മാറ്റം ചെയ്യുക. അടുത്താരും ഇല്ലെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന ദൂതന്മാരുണ്ട് പറഞ്ഞ് ആ വ്യസനം നിർത്തൽ ചെയ്യാൻ പോകുക. സ്തോത്രം. വ്യസനത്തെ ദൈവം മാറ്റാൻ പോകുക. അപ്പോൾ യബ്ബേസിൻ്റെ ജനനം തൻ്റെ അമ്മയ്ക്ക് വ്യസനമായിരുന്നു, എന്നാൽ തൻ്റെ ദൈവത്തിന് അതൊരു പദ്ധതിയായിരുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയാം. ദൈവ പദ്ധതിയാണ് ഈ തലമുറകൾ ജനിക്കുക എന്നുള്ളത്. സ്തോത്രം. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഞാൻ അഭിഷേകത്തോടെ പറയാം, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സമായി നിൽക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യും. ഞാൻ അഭിഷേകത്തോടെ ഇങ്ങനെ കൈമാറാം. ഹല്ലേലൂയ. മക്കളെങ്കിലോ അത് ദൈവത്തിൻ്റെ പ്രതിഫലമാ. മക്കളെങ്കിലോ അവകാശികൾ. ദൈവത്തിൻ്റെ അവകാശികളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിഫലമാണ് മക്കൾ. ഇന്ന് രാത്രിയിൽ ഞാൻ അഭിഷേകത്തോടെ പറയാം, അപ്പം ദൈവം നിന്നെ കണ്ട് നിന്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ പ്രതിഫലം നിശ്ചയമായി നൽകിയിരിക്കും. ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില വിഷയങ്ങൾക്കകത്ത് ദൈവാത്മാവ് വിടുതലിനെ അയക്കാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ 2024 ചില കുടുംബങ്ങൾക്കകത്ത് തലമുറകളെ ദൈവം നൽകാൻ പോകുക. നിങ്ങൾ വിശ്വസിച്ചു ആമേൻ പറഞ്ഞോണേ. ഈ ദിവസങ്ങളിൽ 8, 10, 15, 20 വർഷമായിട്ട് തലമുറയില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്നു, ദൈവം നിനക്ക് തലമുറയെ നൽകാൻ പോകുക, തലമുറകളെ നൽകാൻ പോകുക. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം യബ്ബേസിൻ്റെ ജനനം തൻ്റെ അമ്മയ്ക്ക് വ്യസന കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യസനം തൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് തനിക്ക് കുഞ്ഞിന് പേരിടുമ്പോൾ തന്നെ താൻ പറയുകയാണ്, യബ്ബേസ് എന്നവന് പേരിടണം. കാര്യം അവൻ എനിക്ക് വ്യസന കാരണമായി, അവൻ്റെ ജീവിതം വ്യസന കാരണമായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ.
അപ്പോൾ ഈ എബേസിന് പേരിടുന്നു. അമ്മ പേരിടുമ്പോൾ ഹല്ലേലൂയ, എബേസ് എന്താ ചെയ്തത്? എബേസ് ജനിച്ചു, എബേസ് വളർത്തപ്പെട്ടു, എബേസ് ഒരു തിരിച്ചറിവുണ്ടായി. ആമേൻ, എനിക്കിട്ടിരിക്കുന്ന ഈ പേരാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം. സ്തോത്രം പറഞ്ഞേ. ആമേൻ. യാക്കോബിനെ നോക്കിയിട്ട് യാക്കോബിനോട് ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു? സ്തോത്രം. യാക്കോബ് പറയുക, ആമേൻ, ഞാൻ യാക്കോബാകുന്നു. ഈ പേരാണ് എനിക്ക് പ്രശ്നം. ഈ പേര് എപ്പം മാറുന്നോ അന്ന് നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഒരു ദൂത് കൈമാറാം. ഈ പേര് കാരണമാണ് നീ ഗതി പിടിക്കാത്തതെങ്കിൽ ഇന്ന് രാത്രി ദൈവം ചിലരുടെ പേരിനെ മാറ്റുകയാണ്. ഓ സ്തോത്ര 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 സ്തോത്ര. ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, ദൂതൻ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക യാക്കോബിൻ്റെ മുമ്പിൽ. എന്തിനു വേണ്ടിയാണ്? തന്നെ ഒന്ന് അനുഗ്രഹിക്കണം. യാക്കോബിനോടൊരു ചോദ്യം, യാക്കോബേ നിന്റെ പേരെന്താകുന്നു? യാക്കോബ് പറയുക, ഞാൻ യാക്കോബാകുന്നു. സ്തോത്ര. യാക്കോബ് എന്നുള്ള പേരിൽ ഒരു അനുഗ്രഹവും വെച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചില അനുഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ട് അല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ദൈവം വന്നത് അനുഗ്രഹിക്കാനാണെങ്കിൽ അനുഗ്രഹിച്ച് തന്നെ അയച്ചിരിക്കുക. ഇന്ന് രാത്രി നീ അതിന് മല്ല് പിടിക്കേണ്ട കാര്യമില്ല, നീ അതിന് ചോദിക്കേണ്ട കാര്യമില്ല, നീ അതിൻ്റെ കാല് പിടിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി ചലിക്കട്ടെ. യാക്കോബ് അമ്മ പറയുന്ന കാര്യം, നീ എന്നെ അനുഗ്രഹിക്കണം. സ്തോത്രം. അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. നേരം പുലരുവോളം താൻ മൽപ്പിടുത്തം നടത്തുന്നു. നേരം പുലർക്കുമ്പോൾ ദൂതൻ പോകണമെന്ന് കണ്ടിട്ട് അവൻ്റെ തുടയിൽ ദൂതൻ തട്ടുകയാണ്. അവൻ്റെ തുടയുടെ തടം ഉളുക്കുകയാണ്. അവനെ വിടുന്നു. ദൂതൻ പോകുന്നു, അവനെ അനുഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറാം. സ്തോത്രം. ആ ദൂത് ഇങ്ങനെയാണ്. സ്തോത്രം. ചില അനുഗ്രഹങ്ങൾ പുറകെ ചെന്ന് പിടിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ബലാത്കാരികൾ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുമെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടൊരു സന്തോഷമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, യാക്കോബേ, നിന്റെ പേരാണ് വിഷയം. ഈ പേരിനെ ഞാൻ മാറ്റാൻ വേണ്ടിയാണ് വന്നത്. യാക്കോബിൻ്റെ പേര് അന്ന് രാത്രി ദൂതൻ മാറ്റുക. നീ യാക്കോബല്ല, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചതുകൊണ്ട് ഞാൻ നിന്നെ ഇസ്രായേലാക്കി മാറ്റോ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഒരു ദൂത് പറയാം. ദൈവം അവൻ്റെ പേരിനെ മാറ്റി. സ്തോത്രം. എന്ന് പറഞ്ഞ അപ്പനും അമ്മയും ഇട്ട പേരിൻ്റെ അർത്ഥം ഉപായി എന്നാണ്. യാക്കോബ് അവൻ ഉപായി ആയിരിക്കുന്നവൻ. ഉപായിയെ ദൈവത്തിന് ആവശ്യമില്ല, ദൈവത്തിന് ആവശ്യം പ്രഭുവിനെ ആവശ്യം. ദൈവത്തിൻ്റെ പ്രഭു, അതാണ് ഇസ്രായേൽ എന്ന നാമത്തിൻ്റെ അർത്ഥം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൈവം ചിലരുടെ പേരിനെ മാറ്റാൻ പോകുക. ദൈവം ചിലരുടെ പേരിനെ മാറ്റാൻ പോകുക. ഇന്ന് രാത്രി ലോകം നിനക്കിട്ട പേരിനെ തിരുത്താൻ ഒരു ദൈവശക്തി ഇന്ന് രാത്രി ചലിക്കുക. വിശ്വസിക്കുന്നവരാ കരം ചേർത്തടിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് ദൈവം നിന്റെ പേരിനെ മാറ്റുക. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് പിശാച് നിനക്കിട്ടൊരു പേരില്ലേ? മന്ത്രവാദികൾ നിന്നെ കുറിച്ച് പറഞ്ഞൊരു പേരില്ലേ? ആഭിചാരകന്മാർ നിനക്ക് വിളിച്ചൊരു പേരില്ലേ? ഇന്ന് രാത്രി അതിനെ പൊളിക്കുന്നൊരു ദൈവശക്തി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാ. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു വലിയ ദൈവശക്തി ഈ ആലയത്തിൻ്റെ അകത്ത് ചലിക്കുകയാണല്ലോ. ദൈവം ചിലരുടെ പേരിനെ മാറ്റുക. നീ എന്നും രോഗിയായിട്ടിരിക്കുന്നു, നിത്യരോഗി എന്നുള്ള പേരുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലരെ നോക്കി ആത്മാവ് വരുന്നു. നിന്റെ മേലൊരു വലിയ സൗഖ്യത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. എന്നും രോഗമാണ്, എന്നും സങ്കടമാണ്, എന്നും വ്യസനമാണ്, എന്നും കണ്ണുനീരാണ്, എന്നും തകർച്ചയാണ്, എന്നും നിരാശയാണ്, എന്നും ദുഃഖമാണ്, എന്നും മുറവിളിയാണ്. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, എന്നും ഉള്ള അനുഭവങ്ങളെ പൊളിക്കാൻ ദൈവം നിന്റെ പേര്
പേരിനെ മാറ്റുകയാണ്. ആമേൻ. പേരിനെ മാറ്റുകയാണ്. ദൈവം നിന്റെ പേരിനെ മാറ്റുകയാണ്. സ്തോത്രം. അടുത്ത കാര്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. കണ്ടോ, തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 4 അതിൻ്റെ 9 യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചു. സ്തോത്രം പറഞ്ഞേ. ദൈവം അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം ഒരാളെ അനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ചാൽ, സ്തോത്രം പറയും, ഭൂമിയിലുള്ള ഒരാൾക്കും അതിനെ തടുക്കാൻ കഴിയത്തില്ല. സ്തോത്രം പറ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവം നിശ്ചയിച്ച് അനുഗ്രഹിക്കും. സ്തോത്രം പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. സ്തോത്രം പറഞ്ഞ് നിശ്ചയിച്ച ദിവസത്തിലാണ് ആ അനുഗ്രഹം വെളിപ്പെടുന്നത്. സ്തോത്രം പറഞ്ഞേ. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നീ എന്നെ അനുഗ്രഹിച്ച്, ആമേൻ, ഉറപ്പായിട്ടും നീ എന്നെ അനുഗ്രഹിച്ചു. സ്തോത്രം പറഞ്ഞേ. ആമേൻ. എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എനിക്കനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. അവിടുത്തെ യബേസിൻ്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് ചോദിച്ചു. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ഒന്നാമത്തെ തൻ്റെ ആഗ്രഹമാണ് നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കണം. സ്തോത്രം പറഞ്ഞ് ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറാം. നിശ്ചയമായും നിങ്ങൾക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ഉറപ്പുള്ള ഒരു ഗ്യാരണ്ടിയുള്ള സൗഖ്യം നിങ്ങൾക്കുണ്ട്. സ്തോത്രം. ഉറപ്പുള്ള രക്ഷ നിങ്ങൾക്കുണ്ട്. ഉറപ്പുള്ള നിത്യത നിങ്ങൾക്കുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയാം. ഇവിടെ മാത്രമേ ഇത്രയ്ക്കും ഉറപ്പ് പറയാൻ കഴിയത്തുള്ളൂ. മറ്റൊരാൾക്കും ഇത്രയും ഉറപ്പ് പറയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആ ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ നമുക്ക് വേണ്ടി തകർന്നു. അവൻ തകർന്നതിനാൽ നീ തകരണ്ട. അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മെ ചേർപ്പാൻ അവൻ വേഗത്തിൽ മടങ്ങി വരുന്നു. ഈ ഉറപ്പ് ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെ പറയുന്നു, ഒന്ന്, നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം പറഞ്ഞേ. എന്നെ നീ നിശ്ചയമായും അനുഗ്രഹിക്കണം. രണ്ടാമത്തെ കാര്യം താൻ പറയാം, എൻ്റെ അതിര് വിസ്താരമാക്കണം. സ്തോത്രം. ഒന്ന് അനുഗ്രഹിക്കണം. ദൈവം അനുഗ്രഹിച്ചാൽ നമ്മുടെ അതിര് വിസ്താരമാകും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൈവം അനുഗ്രഹിച്ചാൽ അതിര് വിസ്താരമാക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു 3 സെൻറ്റ് സ്ഥലമുള്ളായിരുന്നു. സ്തോത്രം പറഞ്ഞ് ഇപ്പോൾ 6 സെൻറ്റ് സ്ഥലമുണ്ട്. ഹല്ലേലൂയ. അന്നത്തെ സമയത്ത് വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെയാണ്, വിശാലമായി വിസ്താരത്തിൽ അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയും, ഇനി 660 ആകാൻ പോവുക. സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. 60 ഇനി 600 ആകും. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്ക് അസൂയുള്ള. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ദൈവം അത് ചെയ്യുക വിസ്താരമായി. അവിടെ ഇങ്ങനെയാ പറയുന്നത്, നീ എന്നെ എൻ്റെ അതിര് വിസ്താരമാക്കണം. സ്തോത്രം പറഞ്ഞേ. വിസ്താരമാക്കണം. അതിര് വിസ്താരമാക്കണം. എന്താ അതിൻ്റെ? എൻ്റെ ബൗണ്ടറികളെ, എൻ്റെ ടെറിട്ടറികളെ വിസ്താരത്തിലാക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങളുടെ ടെറിട്ടറികളെ വിസ്താരമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. സ്തോത്രം. അതിരുകളെ വിസ്താരമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ആത്മാവ് ശക്തമായി പ്രവചിക്കുന്നു, നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കാൻ പോകുക. ഈ രാത്രി വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ ഏറ്റെടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിശ്ചയമായി നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ തലമുറയുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ പോകുക. സ്തോത്രം പറഞ്ഞേ.
ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അതൊന്ന് വായിച്ചാട്ടെ. മൂന്നാമത്തെ കാര്യം, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. കേട്ടോ, ദൈവത്തിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം. സ്തോത്രം പറഞ്ഞേ. ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടെ ഇരുന്നാൽ അനർത്ഥം വ്യസനകാരണമായി തീരത്തില്ല. സ്തോത്രം പറഞ്ഞേ. പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് പറയുന്നു, അല്ലേ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച്, അവൻ്റെ ഭുജവീര്യം കൊണ്ട് അവൻ മിസ്രൈമിൽ നിന്നും അവരെ പുറപ്പെടുവിച്ചു എന്ന് തിരുവചനം നാം കാണുമ്പോൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ കൈ കൊണ്ട് അവൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൈ കൊണ്ട് അവൻ കൽപ്പലകകൾക്കകത്ത് ന്യായപ്രമാണത്തെ എഴുതി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ കൽപ്പനകൾ എഴുതിയ ഇതേ കരം കൂടെ ഇരുന്നാൽ ഒരു വിഷമങ്ങളും ഒരു പ്രതിസന്ധികളും ഒരു വ്യസനങ്ങളും നിങ്ങൾക്കൊരു അനർത്ഥങ്ങളും ഉണ്ടാകത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഒരു ഹെവൻലി പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ പോവുക. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി അഭിഷേകത്തോടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ചില രോഗത്തിൻ്റെ കെടുതികളെ ദൈവാത്മാവ് അഴിക്കാൻ പോവുക. ഞാനിത് പറയുമ്പോൾ ഇന്ന് രാത്രി ഹാർട്ട് ബ്ലോക്കിനോട് ബന്ധപ്പെട്ട, ഹാർട്ട് അറ്റാക്കിനോട് ബന്ധപ്പെട്ട ചില അനുഭവങ്ങളെ കൊണ്ടുതരുന്ന ചില പൈശാചിക മേഖലകളെ ആത്മാവ് ബ്രേക്ക് ചെയ്യുക. ഇന്ന് രാത്രി ഹാർട്ടിനോട് ബന്ധപ്പെട്ട് നെഞ്ചിന് വേദന പോലെയുള്ള അനുഭവങ്ങൾ, രാത്രിയിലെ ചില ഭയങ്ങൾ, മരണപ്പെട്ടു പോകുമ്പോഴുള്ള ഹാർട്ടിൻ്റെ ബീറ്റിന് വേരിയേഷനുകൾ ഉണ്ടാകുക, അങ്ങനെയുള്ള തുടങ്ങിയ അനുഭവങ്ങൾ ഇന്ന് രാത്രി ഹീലാകാൻ പോകുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യത്തെ ദൈവാത്മാവ് അയക്കുക. പത്രം പറഞ്ഞോ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചിലരെ വിടുവിക്കാൻ പോകുക. അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. അങ്ങനെ ഒരു മേഖല എന്നെ ദൈവാത്മാവ് കാണിച്ചിട്ട് പറയുന്നു, നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ പിശാച് പദ്ധതിയിട്ട ആ പദ്ധതിയെ ദൈവം ഇന്ന് രാത്രി പൊളിക്കുക. ഒരു സൗഖ്യത്തെ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് റിലീസ് ചെയ്യുക. ഒരു അനർത്ഥം പോലെ വരാൻ പിശാച് ഒരുക്കി വച്ചിരിക്കുന്ന ചില കെട്ടുകൾ കുടുംബം വിട്ട് അഴിഞ്ഞു മാറാൻ പോകുക. ദൈവശക്തി ഇന്ന് രാത്രി ചലിക്കട്ടെ. ഒരു ഹെവൻലി പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. കൈ എന്നോടുകൂടെ ഇരുന്നാൽ ഒന്ന്, അനർത്ഥമുണ്ടാകത്തില്ല. രണ്ട്, എനിക്ക് വ്യസനകാരണമായി തീരത്തുമില്ല. സ്തോത്രം. അപ്പോൾ രണ്ട് കാര്യം അവന് മനസ്സിലായി. ഈ ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നാൽ അനർത്ഥം ഉണ്ടാകത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം പറഞ്ഞേ. അവൻ്റെ പേരാ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. സ്തോത്രം. ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ, സ്തോത്രം, ആ കരം എന്താണ്? ദൈവം ചെയ്യുന്നത് എന്താണോ അത് ആ കരം ചെയ്തിരിക്കും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കരം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന പ്രവർത്തികൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെളിപ്പെട്ടിരിക്കും. സ്തോത്രം. അടുത്ത കാര്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം നീ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. അവസാനത്തെ ദൂതിലേക്ക് ഞാൻ കയറുകയാണ്. അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ മൂന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് രാത്രി നിങ്ങളുടെ അതിരുകളെ ദൈവം വിശാലമാക്കും. നിങ്ങളുടെ പേരിനെ ദൈവം മാറ്റും. വ്യസനത്തോടെ പിറന്നു വീണു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിന്റെ ജീവിതം മുഴുവനും വ്യസനം അനുഭവിക്കാൻ വേണ്ടി വിളിച്ചതല്ല. ഇന്ന് രാത്രി അനർത്ഥം വ്യസന കാരണമായി തീരാതവന നിന്നെ കാക്കുകയും നിന്റെ അതിരിനെ വിശാലമാക്കുകയും ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ആ കരം തട്ടി അഭിഷേകത്തോടെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ഏതൊക്കെയോ അനർത്ഥങ്ങൾ വഴിമാറുകയാ, ഏതൊക്കെയോ രോഗങ്ങൾ വഴിമാറുകയാ, ഏതൊക്കെ പ്രതിസന്ധികൾ വഴിമാറുകയാ, ഏതൊക്കെ തകർച്ചകൾ വഴിമാറുകയാ. ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി പറയുന്നു, ചില അനർത്ഥങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് മാറ്റുകയാ.
ലേബാതല ശഗസിയാന്തന അഡാമന സിയൽ ബാരഗസി അന്തൂനാലമാസിയാന്തേലഗസി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ വിടുതലുകൾ നടക്കുകയാണല്ലോ. ഏതൊക്കെയോ കുടുംബത്തിൻ്റെ അകത്ത് അനർത്ഥങ്ങൾ മാറുക, വ്യസന കാരണങ്ങൾ മാറുക. എത്ര പ്രാർത്ഥിച്ചിട്ടും തലമുറകളുടെ ജീവിതത്തിൻ്റെ അകത്ത് വ്യസനം, കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് വ്യസനം. ഇന്നലെയും ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടതാ, മാനസാന്തരപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, പക്ഷേ വീണ്ടും മദ്യപിക്കുന്നു. ഞാൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ടു എന്ന് മാത്രം പറയല്ലേ, മാനസാന്തരപ്പെട്ടവരാരും മദ്യപിക്കത്തില്ല. സ്വത്രം. ഞാൻ അഭിഷേകത്തോടെ രക്ഷിക്കപ്പെട്ട് കാണും, സ്നാനപ്പെട്ട് കാണും, പള്ളിയിൽ പോയി കാണും, സ്വത്ര കാഴ്ച കൊടുത്തു കാണും, പക്ഷെ മാനസാന്തരപ്പെടാത്തവനാണ് അവൻ വീണ്ടും പഴയ മണിക്ക് പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഒരു ദൂത് കൈമാറാം. വ്യസന സംബന്ധമായ കുടുംബ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിക്കുക. നിന്റെ അപ്പൻ മദ്യപാനിയാണെങ്കിൽ അതേ അനുഭവം നിന്റെ തലമുറയിലേക്ക് കൈമാറുക. നിന്റെ അമ്മ രോഗിയാണെങ്കിൽ അത് നിന്റെ തലമുറയിലേക്ക് കൈമാറുക. ഇന്ന് രാത്രി ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ചില പാരമ്പര്യ സംബന്ധമായ രോഗവിഷയങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് ബ്രേക്ക് ചെയ്യുക. പാരമ്പര്യമായി കടന്നു വന്ന ഷുഗറാകട്ടെ, പ്രഷറാകട്ടെ, കൊളസ്ട്രോളുകളാകട്ടെ, ശ്വാസം മുട്ടലാകട്ടെ, ആൾട്ടറൈറ്റീസ് ആകട്ടെ, ആമവാദമാകട്ടെ, ഇന്ന് രാത്രി ദൈവാത്മാവ് സൗഖ്യമാക്കിയ നിന്റെ ശരീരത്തിൽ ദൈവശക്തി ചലിക്കുന്നല്ലോ, നിന്റെ ശരീരത്തിൽ വിടുതൽ ചലിക്കുന്നല്ലോ, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവശക്തി ചലിക്കുന്നല്ലോ. നിന്റെ തലമുറയുടെ വിവാഹത്തെ വൈകിപ്പിച്ച് കളയുന്ന, തലമുറയുടെ ഭാവിയെ വൈകിപ്പിച്ച് കളയുന്ന, തലമുറയുടെ നന്മ അനുഭവിക്കാൻ കഴിയാതെ അതിനെ വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന എല്ലാ വ്യസന കാരണങ്ങളെയും ഇന്ന് രാത്രി ദൈവാത്മാവ് അറസ്റ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില നിമിഷങ്ങൾ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്, പറ്റുമെങ്കിൽ നിങ്ങൾ അന്ന് ആത്മാവിൽ ഒന്ന് സ്തുതിച്ച് ഉടബല വലബല ധുനബല ചമന ധിരക്ഷം ധനക സിയന്തന അതന ശകന്തി അന്തന രഹസ്യ അന്തന. അമ്മ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, ഓൺലൈനിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് ഒരു ശക്തിയെ അയക്കുകയാണ്. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് വ്യസന കാരണമായി തീർന്ന ചില അനുഭവങ്ങൾ, അത് മാതാപിതാക്കന്മാരുടെ വാക്കുകളാകട്ടെ, പിതാവിൻ്റെ വാക്കുകളാകട്ടെ, സഹോദരന്മാരുടെ വാക്കുകളാകട്ടെ, ഈ വാക്കുകൾ നിമിത്തം വ്യസന കാരണമായി തീർന്ന ചില അനുഭവങ്ങൾക്കകത്ത് ഒരു ദൈവപ്രവൃത്തിയെ ഇന്ന് രാത്രി ദൈവാത്മാവ് അയക്കുക. Shabababarala, Oramama Shidini Beni, Albara Dala Jana Labana Dada, Ribala Balabala Shandana Rabala Malamala, Atana Jana Labala Baramana Gadaga, Asti Amdanam Juna Lagasi, Amdanela Moshi, Albaragasi, Tala Masha Siandona, Ribalagada, Jigana Ragasi, Atana Jini, Albaraduni, Lamaushi Albarigasi Andana, Adama Legata, Lagashi Andana. രഹസ്യാത്തന ലമൗഷി അൽബാരഗസി. ഓ ശബബബരി ബലി ബിരി അദുന അഡമലബലബല ശബ്ദന രഹസ്യ. നീ എപ്പേസല്ല, നീ എപ്പേസല്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, പിൽക്കാലത്ത് എബേസ് എന്ന് പറയുന്ന ഒരു പട്ടണം തന്നെ ഉണ്ടായിരുന്നു. സ്തോത്ര. ദൈവം അവനെ അനുഗ്രഹിച്ചു. അനർത്ഥം വ്യസന കാരണമായി തീരാതെ അവനെ കാത്തു. അവൻ പിൽക്കാലമായി ഇപ്പോൾ എബേസ് പട്ടണം വ്യസനത്തോടെ പ്രസവിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജീവിതം മുഴുവനും വ്യസനമായി തീരേണ്ട ഒരു തലമുറയുടെ ഭാവിയെ ദൈവത്തിൻ്റെ കരമിറങ്ങിക്കഴിഞ്ഞപ്പോൾ വിടുവിച്ചു. ദൈവത്തിൻ്റെ കരമിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായി. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുക, നിങ്ങളുടെ ഏത് സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുക. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, എന്നാൽ നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. അതിമഹത്തായിരിക്കും. പൂർവ്വസ്ഥിതിയേക്കാൾ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ഒന്ന് സ്വീകരിച്ച് ഇന്ന് രാത്രി ഒരു ദൈവശക്തി ദൈവാത്മാവ് പകരുകയാണല്ലോ. ആന്താ രമന ധൂന ജമജ ധീല ബനബ ശിന്ദി നമന ധീന ലഗജ അനബല ബലബ സിഗദഗ ലഗജ റിമന ദിഗല ജഗന റിബനി അത്തൂനാല രാബാദാല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കേൾപ്പിച്ച ആലോചനയുടെ മുമ്പിൽ, കേൾപ്പിച്ച ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് രാത്രി നടക്കട്ടെ കർത്താവേ. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം ഈ വചനങ്ങളാൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് അയച്ചതിനായി നന്ദി പറയുന്നു. അവരുടെ സ്ഥിതികൾ മാറട്ടെ, അവരുടെ കുടുംബജീവിതത്തിൻ്റെ അകത്തുള്ള എല്ലാ വ്യസനങ്ങളും മാറട്ടെ, അവരുടെ ശുശ്രൂഷയിലുള്ള എല്ലാ വ്യസനങ്ങളും മാറട്ടെ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചവനെ അനുഗ്രഹിക്കുന്നു കർത്താവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.